സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖാണോ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ ചങ്ങാതിമാരെ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് SCERT സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ ക്ലാസ് ആണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിന് മുമ്പ് നമ്മൾ ഇതാ ഫസ്റ്റ് ക്ലാസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിന്റെ ക്ലാസ്സിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. എല്ലാവരും അത് കാണുക. ആ വീഡിയോയിൽ ചെറിയൊരു സൗണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. നമ്മൾ അതിനകത്ത് വിശദമായിട്ട് ഇന്ത്യൻ ചരിത്രവും കേരള ചരിത്രവും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതും പോർച്ചുഗീസ് ആഗമനത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കൂട്ടുകാരെല്ലാവരും എന്ത് ചെയ്യുക, ആ ക്ലാസ് കാണുക. അതിന്റെ തുടർച്ചയായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട്, ഇതൊരു വലിയ ചാപ്റ്റർ ആണ്. നമ്മൾ ഇതിൽ ഓരോ ടോപ്പിക് എടുത്ത് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ക്ലാസ് എടുത്താലും തീരത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ SCERT ചാപ്റ്റർ മാത്രം പറയുകയാണ്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇപ്പൊ ഫസ്റ്റ് ക്ലാസ് എടുത്തത് ഒരു ഹോസ്പിറ്റൽ കേസിന്റെ ഇടയിൽ വെച്ചിട്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കംപ്ലീറ്റ് SCERT ക്ലാസ് സോഷ്യൽ സയൻസും അതുപോലെ തന്നെ സയൻസും എടുത്ത് ഇറങ്ങി നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. നോക്കൂ, നിങ്ങൾ നമ്മുടെ ഒരു കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് ഉണ്ട്. നമുക്കൊരു ആപ്പും കാര്യങ്ങളും ഒന്നുമില്ല, അതുകൊണ്ട് പെയ്ഡ് പരിപാടി ഒന്നുമില്ല. ഒരൊറ്റ ബാച്ച്, കുറച്ച് കുട്ടികൾ കമ്പനി ബോർഡ് LGSനുണ്ട്. അവിടെ എടുത്ത ക്ലാസ്സുകൾ സ്ക്രീനിൽ കാണും. നിങ്ങൾക്ക് ബേസിക് സയൻസ് 8ാം ക്ലാസ്സിൽ ഓരോരോ ചാപ്റ്റർ PDF കൊടുത്ത് വിശദമായി 2-3 തവണ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിലൂടെ 8, 9, 10 ഒക്കെ കംപ്ലീറ്റ് SCERT എടുത്തു തരാം. നിങ്ങൾ എന്ത് നൽകിയാൽ മതി? നിങ്ങളെ പിന്തുണ, നിങ്ങളൊരു ലൈക്ക് അടിച്ച്, നിങ്ങളുടെ അതുപോലെ തന്നെ അവസാനം ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് ആൻസർ, അത് മാത്രം മതി. അപ്പൊ നമുക്ക് തുടങ്ങാം. വലിയൊരു ചാപ്റ്റർ ആണേ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. നമ്മുടെ മുൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600-ലാണ്. അത് തന്നെയാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. അപ്പൊ AD 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. നോക്കൂ, കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ്, അന്നത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ. 1600-കൾ എന്ന് പറയുമ്പം നോക്കൂ, അക്ബർ ചക്രവർത്തിയാണ് ഇന്ത്യ ഭരിക്കുന്ന 1600-ൽ. അന്ന് അക്ബറിന്റെ കാലഘട്ടത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചുവെങ്കിലും പിന്നീട് തൊട്ട് മുമ്പിലത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇവരുടെ കപ്പൽ യാത്രകൾ ഇംഗ്ലീഷുകാരുടെ ഞാൻ പഠിപ്പിച്ചിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അല്ലെ? അത് കണ്ടവർക്കറിയാം ഏത് സമയത്താണ് അവർ സൂററ്റിൽ എത്തിയത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. സൂററ്റ് എന്ന് പറയുന്ന സ്ഥലം ഗുജറാത്തിലാണ്. അവിടെ ഗുജറാത്തിലെ സൂററ്റിലെ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അന്ന് ജഹാംഗീർ ഭരിക്കുന്ന കാലഘട്ടം ഏതാ വർഷം? 1608 അല്ലെ? കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ ഒരു പീരീഡിലായിരുന്നു വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഇവിടെ എത്തുന്നത്. ഒരു ഇഷ്ടപ്പെട്ട ചരിത്രം മനസ്സിലാക്കി പഠിക്കുക. 1600-കളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നു. 1608 ആ ഒരു പീരീഡിനകത്ത് വില്യം ഹോക്കിൻസ് എന്ന് പറയുന്ന മനുഷ്യൻ, പേരെന്താണ്? വില്യം ഹോക്കിൻസ്, ജഹാംഗീർ ചക്രവർത്തി ഇന്ത്യ ഭരിക്കുന്ന കാലഘട്ടത്തിൽ സൂററ്റിൽ ഒരു കച്ചവടത്തിന് വേണ്ടി ഒരു ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് അനുമതി ചോദിച്ചു. അത് നൽകി. അങ്ങനെ ഫാക്ടറി സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി എന്ത് ചെയ്തു? ഫാക്ടറികൾ ആരംഭിക്കുന്നുണ്ട്. നോക്കൂ, മദ്രാസില്, എവിടെയൊക്കെയാണ്? മദ്രാസില്, ബോംബെയില്, കൊൽക്കത്ത. പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളാണല്ലോ, കൊൽക്കത്തയും മുംബൈയും അതുപോലെ തന്നെ മദ്രാസും. കേട്ടോ, ഇവിടെയാണ് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം തുടങ്ങുന്നത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇത് ആരുടെ ഡയലോഗാണെന്ന് PSC മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ, അല്ലെങ്കിൽ അന്ന് ബംഗാൾ എന്ന് വിളിക്കുക, ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ അല്ല, ഗവർണർ ആയിരുന്ന റോബർട്ട് ക്ലൈവ്. ഇവരുടെ മെയിൻ ഉദ്യോഗസ്ഥനെ പറയുന്ന പേര് ഗവർണർ എന്നാണ്. ഓക്കെ, നമ്മൾ പ്രധാനമന്ത്രി, രാഷ്ട്രപതി ഒക്കെ പറയുന്ന അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കാൻ വന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അവരുടെ ഏറ്റവും ടോപ്പ് ലീഡർ അറിയപ്പെടുക ഗവർണർ. പിന്നീട് അത് ഗവർണർ ജനറൽ ആവുന്നുണ്ട്. അങ്ങനെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ആ ഒരു പദവിയിലിരുന്ന റോബർട്ട് ക്ലൈവ് എന്തു പറഞ്ഞു? എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതത്തെ പിടിച്ചെടുക്കാം. അത് പറയാൻ കാരണം എന്താണ്? അതിലേക്ക് നമുക്ക് വരാം. കാരണം 1757 കാലഘട്ടങ്ങളിലാണ് പ്ലാസി യുദ്ധം നടക്കുന്നത്. അതിന്റെ ഒരു ചരിത്രം മനസ്സിലാക്കണം. അതിനു മുമ്പായിട്ട് 1608 അല്ലെങ്കിൽ ഹോക്കിൻസോട് കൂടി ഇവിടേക്ക് വന്ന ബ്രിട്ടീഷുകാർ, നമുക്ക് റാങ്ക് ഫയലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ മുമ്പ് പഠിച്ച ഹിസ്റ്ററി ഒക്കെ പഠിച്ചവർ ശ്രദ്ധിക്കാതെ പോയ ചില വർഷങ്ങളും ചില പോയിന്റ്സ് ഉണ്ട്. അത് SCERT പുതിയ പാഠഭാഗത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ട്, പഠിക്കണം. നോക്കൂ, എന്താണത്? ആദ്യത്തെ വർഷം ഞാൻ ഇതാ എഴുതിയിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിക്കണേ. 1639. വർഷം മാറ്റി എഴുതണോ? 1639 പഠിച്ചു പോണേ. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ, പേര് ശ്രദ്ധിക്കണം, ദമർല വെങ്കടാദ്രി നായക. എന്താണ്? ദമർല വെങ്കടാദ്രി നായക. ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കും. അദ്ദേഹം ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. ബ്രിട്ടീഷുകാർക്ക് മദ്രാസ് തുറമുഖം ലഭിച്ച വർഷം ഏതാണ്? 1639.
മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടുകൂടി പ്രാദേശിക രാജാവായിരുന്ന ദമർല വെങ്കടാദ്രി നായക. അപ്പൊ 1639 മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് കിട്ടിയോ? ആരാണ് നൽകിയത്? ദമർല വെങ്കടാദ്രി നായക. നോക്കൂ, അടുത്ത വർഷം 1662 പോവുകയാണ്. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീനെ വിവാഹം ചെയ്തു. ഇതിന്റെ കഥ ഞാൻ കൃത്യമായിട്ട് നമ്മുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിൽ പറയുന്നുണ്ട്. പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ക്ലാസ് എടുത്തിരുന്നു. പുതിയ SCERT അടുത്താണ് മാറിയത്. പക്ഷെ അന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ക്ലാസ് എടുത്ത സമയത്ത് ഈ കാതറിന്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചാൾസ് രാജകുമാരന്റെ കല്യാണത്തെക്കുറിച്ചും അങ്ങനെ കിട്ടിയ കാര്യങ്ങളൊക്കെ 5 വർഷം മുമ്പ് യൂട്യൂബിൽ എടുത്ത ക്ലാസ്സിലുണ്ട്. നിങ്ങളത് ഒരുപക്ഷെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും അടുത്തല്ലേ. അപ്പൊ 1662 എന്ന വർഷം ശ്രദ്ധിക്കുക. അന്ന് നമുക്ക് വർഷം പ്രാധാന്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ വർഷം നോട്ട് ചെയ്ത് വെക്കണം. 1600 അവിടെ ഉടമ്പടിയും വർഷമൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. 62, 63 എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നിങ്ങൾ SCERT വർഷമാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില മാറ്റങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ ഈ വർഷം പഠിക്കുക. 1662 1639 മദ്രാസ് തുറമുഖത്തിന്റെ അനുമതി കിട്ടുകയാണ്. ദമർല വെങ്കടാദ്രി നായിക 1639 ഒരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുക കേട്ടോ. പിന്നീട് 1662 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാതറീനെ വിവാഹം ചെയ്യുകയാണ് ആര്? ബ്രിട്ടീഷ് രാജാവായ ചാൾസ് രണ്ടാമൻ. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്ത്രീധനൊക്കെ കൊടുക്കാറില്ലേ? അതുപോലെ അന്ന് സ്ഥലമൊക്കെ കൊടുക്കാറുണ്ട്. വീടും സ്ഥലമൊക്കെ കുട്ടികൾക്ക് പെൺകുട്ടികൾ കൊടുക്കൂലേ? അങ്ങനെ കാതറിൻ പോർച്ചുഗീസ് രാജകുമാരിയാണ്. അപ്പൊ ഇവരെ വിവാഹം കഴിച്ച സമയത്ത് ഈ ബ്രിട്ടീഷുകാർക്ക് സ്ത്രീധനം എന്ന പോലെ നമ്മുടെ രാജ്യത്തിൽ എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ബോംബെ എന്ന് പറയുന്ന സ്ഥലം പോർച്ചുഗീസുകളുടെ അധീനം എന്നുള്ള സ്ഥലമാണ്. അപ്പൊ പോർച്ചുഗീസ് എന്തിനെ കല്യാണം കഴിച്ചപ്പോൾ ഉപഹാരമായിട്ട് ബോംബെ നിങ്ങൾ എടുത്തോ എന്ന് പറയുകയാണ്. അങ്ങനെ കാതറീനെ വിവാഹം ചെയ്ത സമയത്ത് ഉപഹാരമായി ലഭിക്കുകയാണ് ബ്രിട്ടീഷുകാർക്ക് എന്ത്? ചെക്കൻ ബ്രിട്ടീഷുകാരനാണ്. എന്ത് കിട്ടുന്നു? ബോംബെ. ബോംബെ ഏത് വർഷം? 1662 പോർച്ചുഗീസ് രാജകുമാരിയെ കാതറീനെ വിവാഹം കഴിച്ച ആ വകയിൽ ഉപഹാരമായിട്ട് ബോംബെ ലഭിക്കുന്നു. ഈ പ്രദേശം പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കിട്ടുകയാണ്. അപ്പൊ 1662 കഥ കിട്ടിയല്ലോ. 39 നമ്മുടെ മദ്രാസ് കിട്ടിയല്ലോ. ഇനി നോക്കൂ അടുത്തത് 1698 1698 സുധനദി കാലിക്കറ്റ് കോഴിക്കോടല്ല, കാലിക്കട്ട, കൽക്കത്ത, കാലിക്കട്ട, ഗോവിന്ദ്പൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. അപ്പൊ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ 3 കേന്ദ്രങ്ങൾ, ഒന്ന് മദ്രാസ്, ഒന്ന് ബോംബെ, ഒന്ന് കൊൽക്കത്ത. ഇത് നമ്മൾ തൊട്ട് മുമ്പിൽ പറഞ്ഞല്ലോ അല്ലെ? അപ്പൊ അവിടെയുള്ള ഈ 3 പ്രദേശങ്ങളിലെ 3 സംഭവങ്ങളും 3 വർഷങ്ങളും കൃത്യമായി പഠിക്കുക. 1639 മദ്രാസില് ഈ പറയുന്ന തുറമുഖത്തിന്റെ അനുമതി കിട്ടുന്നത് ദമർല വെങ്കടാദ്രി നായകെ. 1662 ബോംബെ കിട്ടുന്നത്. 662 എങ്ങനെയാണ് കിട്ടുന്നത്? കാതറീനെ വിവാഹം കഴിച്ചപ്പോ ബോംബെ കിട്ടി. 1698 സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്ന് പറയുന്ന 3 പ്രദേശങ്ങളിൽ എന്തുണ്ടാക്കിയാണ് ബ്രിട്ടീഷുകാർ? ഒരു കോട്ട. ആ കോട്ടയുടെ പേര് വില്യം കോട്ട. കൃത്യമായിട്ട് പഠിക്കണം. നോക്കൂ, ബ്രിട്ടീഷുകാർ പണിത കോട്ട 1698. SCERT പറഞ്ഞ വർഷം അതുകൊണ്ട് നിങ്ങൾ ഇത് പിക്ക് ചെയ്യുക, ഇത് പഠിക്കുക കേട്ടോ. ഈ ക്രമേണ ഈ പ്രദേശം എന്തായി മാറി? പട്ടണമായിട്ട് മാറി. ഇതാണ് കൊൽക്കത്ത. ഈ പ്രദേശമാണ്. അപ്പൊ 1698 സുധനദി, കാലിക്കട്ട, അതുപോലെ തന്നെ ഗോവിന്ദപൂർ, ഈ 3 പ്രദേശങ്ങൾ ചേർന്ന് പിന്നീട് എന്തായിട്ട് മാറുന്നു? കൊൽക്കത്തയായിട്ട് മാറുന്നു. ഇന്ന് കാണുന്ന കൊൽക്കത്ത. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ, ഈ 3 പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് ബ്രിട്ടീഷുകാർ വില്യം കോട്ട പണിഞ്ഞത്. ചോദിക്കാം, 1698 ഏത് പ്രദേശങ്ങൾക്ക് ചുറ്റുമാണ് ബ്രിട്ടീഷുകാർ വില്യം കോട്ട പണിഞ്ഞത്? 4 ഓപ്ഷൻ തരാലോ, അല്ലെങ്കിൽ പെടാതെ ചോദിക്കാലോ. സുധനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ. കിട്ടുമല്ലോ 3 സ്ഥലങ്ങള്. 1698. ഇനി കുറച്ച് പോയിന്റിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ ആധിപത്യം ഇങ്ങനെ വലുതാക്കി കൊണ്ടുവരികയാണ്. അത് ഏകദേശം 1698 700 അപ്പൊ 700 മധ്യം. 1757 ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾ പറയും. കാരണം ഞാൻ 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ മുമ്പ്. ആ ക്ലാസ് ഒക്കെ നമ്മുടെ സ്ട്രൈക്കർ കോച്ചിങ് എന്ന ചാനലിലുണ്ട്. പ്ലാസി യുദ്ധം അല്ലെ? പ്ലാസി യുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലവനായിട്ടുള്ള ഗവർണറായിട്ടുള്ള റോബർട്ട് ക്ലൈവും ഈ സിറാജുദ്ദൗളയും തമ്മിൽ യുദ്ധം നടക്കുന്നു. അങ്ങനെ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തുകയാണ്. അതാണ് നമ്മുടെ പ്ലാസി യുദ്ധം 1757. അതിനെക്കുറിച്ചാണ് ഈ SCERT പറയുന്നത്. അപ്പൊ 57 യുദ്ധം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയണം, അത് പ്ലാസി യുദ്ധമാണ്. ഏത് യുദ്ധമാണ് പിള്ളേരെ? പ്ലാസി യുദ്ധം. ബൈഹാർട്ട് പഠിച്ചു പോവുക.
പ്ലാസി യുദ്ധം 1757. സിറാജുദ്ദൗള ബംഗാളിലെ നവാബായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷുകാരനായുള്ള ഗവർണർ റോബർട്ട് ക്ലൈവ്. ഇവർ തമ്മിൽ നടക്കുന്ന യുദ്ധം പ്ലാസി യുദ്ധം. ക്ലിയർ ആണോ പറയുന്നത്? ബംഗാളിലെ ഭരണം പിടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി. കർഷക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി പോയാൽ മതി. രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം അവരങ്ങനെ ബംഗാളിൽ നിന്ന് കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ തൊട്ടടുത്തുള്ള ബംഗാളിനെ തൊട്ടടുത്തുള്ള അടുത്തൊരു സ്ഥലമാണ് ബീഹാർ. അവിടേക്കും ബ്രിട്ടീഷുകാർ വരികയാണ്. 1764 എന്ന് പറയുന്ന വർഷമാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബക്സാർ. ഏതാണ് യുദ്ധം? ബക്സാർ യുദ്ധം. ബക്സാർ യുദ്ധം നടക്കുന്നു. 57 പ്ലാസി. ബ്രിട്ടീഷ് ആധിപത്യത്തിന് അരക്കിട്ടുറപ്പിച്ചു. ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ചു. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണ്? അത് പ്ലാസി യുദ്ധമാണ്. ഇന്ത്യയിൽ ഒരു നവാബിനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം തുടങ്ങിയത് പ്ലാസി. എന്നാൽ ആധിപത്യം ഒന്ന് ഊട്ടി ഉറപ്പിച്ചത് അല്ലെങ്കിൽ അരക്കിട്ടുറപ്പിച്ചത് തൊട്ടടുത്തുള്ള ബക്സാർ കൂടി പിടിച്ചപ്പോഴാണ്. അതാണ് 64 ബക്സാർ യുദ്ധം. ബക്സാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബീഹാറിലാണ്. ബീഹാർ ഒറീസ മേഖലകളായിരുന്നു അന്ന് ബക്സാർ. ആ പ്രവിശ്യകളിൽ കൂടി നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കിയാണ്. അങ്ങനെ ബംഗാൾ പിടിച്ചു. നവാബായിരുന്ന സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി ബക്സാർ പിടിച്ചു. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ പറയില്ല. ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ക്ലാസ്സുകൾ കാണുക. സ്ട്രൈക്കർ കോച്ചിങ് നമ്മുടെ 2ാമത്തെ ചാനലുണ്ട് കേട്ടോ. അവിടെ ഇതെല്ലാം വിശദമായി എടുത്തുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ഇവിടെ കഥകളൊക്കെ പറയാറുണ്ട്. ഏതൊക്കെ ആളുകൾ എങ്ങനെയൊക്കെ യുദ്ധം നടത്തി. ഈ പറയുന്ന മിർജാഫർ അല്ലെ, ക്ലൈവിന്റെ കുറുക്കൻ എന്ന് വിളിക്കുന്ന മിർജാഫറിന്റെ ചതിയെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ആധിപത്യം ഇങ്ങനെ ഇന്ത്യയിൽ ശക്തമായി കൊണ്ടുവരികയാണ്. അന്ന് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, ഔദിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാര് ബക്സാറിൽ പരാജയപ്പെടുന്നത് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പൊ ബക്സാർ യുദ്ധത്തില് ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാരാണെങ്കിൽ മറുഭാഗത്ത് ആരെല്ലാം എന്നും പഠിച്ചു വെക്കുക. 64 ബക്സാർ. മുഗൾ ഭരണാധികാരിയാണ് ഷാ ആലം രണ്ടാമൻ. ഞാൻ അണ്ടർലൈൻ ചെയ്യാം, പഠിക്കുക. മുഗൾ ഭരണാധികാരി ബക്സാർ യുദ്ധ കാലഘട്ടത്തിലെ മുഗൾ ഭരണാധികാരി ഷാ ആലം രണ്ടാമൻ. ഔദിലെ നവാബായിരുന്ന ഷൂജാ ഉദ്ദൗള. ഔദ് എന്ന് പറയുന്ന പ്രവിശ്യയിലെ നവാബ് ഷൂജാ ഉദ്ദൗള. ഓക്കെ. ഇന്ത്യയിലെ അന്ന് മുഗൾ രാജാവ് ഷാ ആലം രണ്ടാമൻ, ഔദിലെ ഷൂജാ ഉദ്ദൗള, ബംഗാളിലെ നവാബ് മിർ കാസിം. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന സിറാജുദ്ദൗളയുടെ പരാജയത്തിനു ശേഷം അവിടെ മിർ കാസിമിനെ കൊണ്ടുവരുന്നുണ്ട്. നവാബ് മേക്കർ എന്നൊക്കെ വിളിക്കുന്ന ബംഗാളി ദ്വിഭരണം കൊണ്ടുവന്നത് നമ്മുടെ റോബർട്ട് ക്ലൈവ് അല്ലേ? അതൊക്കെ പഠിച്ചവർക്കറിയാം. അവിടെ മിർ കാസിം. അപ്പോ ഔദിലെ നവാബാരായിരുന്നു ഷൂജാ ഉദ്ദൗള, ഷാ ആലം രണ്ടാമൻ ഈ പറയുന്ന മുഗൾ രാജാവ്, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം. ഇവർ മൂന്നിന്റെയും സഖ്യത്തെയാണ് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലേക്കും കടന്നു കയറുകയാണ്. ഈ ഇടയ്ക്ക് നമ്മളിങ്ങനെ അവിടുന്ന് കൊൽക്കത്തയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇങ്ങനെ മദ്രാസ് മേഖല അല്ലെങ്കിൽ തെക്കോട്ട് വരാൻ തുടങ്ങി. അവിടെയാണ് ഇനി കളി മാറുന്നത്. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ യുദ്ധങ്ങൾ നടക്കുകയാണ്. ഈ യുദ്ധങ്ങളാണ് നമ്മൾ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. മൈസൂരിലെ ഭരണാധികാരി ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമായിരുന്നു. കൂട്ടുകാരെ, കൃത്യമായിട്ട് ഇന്ത്യൻ ചരിത്രം ക്ലാസ് 2 ഇതിനെക്കുറിച്ച് ഞാൻ കർണാട്ടിക് യുദ്ധങ്ങള് അല്ലെങ്കിൽ മൈസൂർ യുദ്ധങ്ങളെ വിശദമായി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണണം കേട്ടോ. കാരണം ഇതൊന്നും പഠിക്കേണ്ടെന്ന് വിചാരിക്കും. SCERT 2-3 വാക്കിൽ പറയുവാണെങ്കിലും നിങ്ങൾ 1 മൈസൂർ യുദ്ധത്തിന്റെ സംഭവ വികാസങ്ങൾ, 2, 3 എന്തൊക്കെയാണ് നടന്നത്, സന്ധികളൊക്കെ പഠിക്കണം കേട്ടോ. അപ്പൊ ഞാനത് ജസ്റ്റ് SCERT മാത്രം പറഞ്ഞു പോകാം. ഈ ക്ലാസിന്റെ ലിങ്ക് വേണ്ടവർക്ക് ഇതാ തൊട്ട് മുകളിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നോക്കൂ, ഇവിടെ ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുണ്ട്. ഈ ടിപ്പു സുൽത്താനും ഇവർ രണ്ടുപേരും കൂടിയാണ് മൈസൂർ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഇന്ത്യക്കാരായിട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് ബ്രിട്ടീഷുകാരാണ്. 4 തവണയാണ്, 1, 2, 3, 4, 4ാമത്തെ തവണ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1799 മെയ് മാസം 4-ാം തീയതിയാണ് ടിപ്പു സുൽത്താൻ മരണപ്പെടുന്നത്. 99. അപ്പൊ 4ാമത്തെ യുദ്ധത്തോടുകൂടി ടിപ്പുവിനെ പരാജയപ്പെടുത്തുന്നു. ബ്രിട്ടീഷുകാർ പൂർണ്ണമായി വിജയിക്കുന്നു. അപ്പൊ ഒന്നിൽ ഹൈദരാലിയാണ്, പിന്നീട് മകനാണ് വരുന്നത്. നമുക്കതിന്റെ കഥകളൊക്കെ പറയാം. അപ്പൊ നോക്കൂ, 1782 ഹൈദരാലി മരിക്കുന്നത്. ഇതിവിടെ SCERT എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ടിപ്പു മരണപ്പെട്ടത്, ടിപ്പു മരിച്ച വർഷം ഞാൻ പറഞ്ഞു. ഹൈദരാലി മരിച്ച വർഷം 1782. കേട്ടല്ലോ, ഇത് ഹൈദരാലി മരിച്ച വർഷം. ഓക്കെ.
അപ്പോൾ ടിപ്പു സുൽത്താന്റെ വധവും ഹൈദരാലിയുടെ വധവും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും നിങ്ങൾ പഠിക്കണം, ചിലപ്പോൾ ചോദിക്കാം. 1799 ടിപ്പു മരിക്കുന്നത്, 1782 ഹൈദരാലി മരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സന്ധിയുണ്ട്, ശ്രീരംഗപട്ടണം സന്ധി. എല്ലാ പിള്ളേർക്കും അറിയാം. നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് ഏത് വർഷമാണ് ശ്രീരംഗപട്ടണം സന്ധി? ശ്രീരംഗപട്ടണം സന്ധി എല്ലാവർക്കും അറിയാം. ശ്രീരംഗപട്ടണം സന്ധി ഞാനത് പറയാം, ആദ്യം നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, എല്ലാത്തവർക്ക് അറിയാൻ നോക്കട്ടെ. അപ്പൊ 4ാം മൈസൂർ യുദ്ധത്തിന്റെ അതോടുകൂടി കമ്പനി ടിപ്പുവിനെ വധിച്ചതോടുകൂടി ബ്രിട്ടീഷുകാരുടെ അധീനതയിലേക്ക് ഈ മേഖല മാറുകയാണ്. 1, 2, 3, 4 നമുക്ക് പിന്നെ പറയാം കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ എന്ത് നടന്നു? മറാത്ത യുദ്ധങ്ങൾ നടന്നിരുന്നു. അതും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മറാത്ത യുദ്ധങ്ങള്, നേരത്തെ പറഞ്ഞ മൈസൂർ യുദ്ധങ്ങള്, അതുപോലെ തന്നെ കർണാട്ടിക് യുദ്ധങ്ങൾ, ഫ്രഞ്ചുകാരുമായി ബന്ധപ്പെട്ട കർണാട്ടിക് യുദ്ധങ്ങൾ, സിഖുകാരുമായി ബന്ധപ്പെട്ട ആംഗ്ലോ സിഖ് യുദ്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ജസ്റ്റ് ഇങ്ങനെ നടന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ. നിങ്ങളത് വായിച്ചു നോക്കുക. നമ്മളിതൊക്കെ ഓരോരോ യുദ്ധങ്ങൾ എടുത്ത് പഠിക്കണം. ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ച കൊണ്ട് തന്നെ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ ശ്രീരംഗപട്ടണ സന്ധി ഏത് വർഷമാണ്? 1792. മക്കളെ, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം, ആദ്യത്തത് 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ്. കൃത്യം 20 വർഷം കഴിഞ്ഞ സമയത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിയമമായ പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് പറയുന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുന്ന നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. ആദ്യത്തെ നിയമം ഏതായിരുന്നു? റെഗുലേറ്റിംഗ് ആക്ട്. ബ്രിട്ടീഷ് പാർലമെന്റ് ആദ്യമായി പാസാക്കിയ, ഇന്ത്യക്കാർക്ക് വേണ്ടി പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഏത് വർഷമാണ്? 1773 റെഗുലേറ്റിംഗ് ആക്ട് കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട് ഞാനിത് എഴുതുന്നില്ല, റെഗുലേറ്റിംഗ് ആക്ട്. ദെൻ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിയമമാണ് കോൺവാലിസ് പ്രഭുവാണ്. റെഗുലേറ്റിംഗ് ആക്ടിന് ശേഷമാണ് വാറൻ ഹേസ്റ്റിങ്സ് വരുന്നത്. അതൊക്കെ വൈസ്രോയ്മാരുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ നിയമം കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടത്തില് ബംഗാളിലും ബീഹാറിലും ഒറീസയിലും നടപ്പിലാക്കുകയാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുടെ മെയിൻ പരിപാടി ഇന്ത്യക്കാരെ കൊള്ളയടിക്കുക. ഇവർ ഈ പറയുന്ന പ്ലാസി, ബക്സാർ, കർണാട്ടിക്, മൈസൂർ, സിഖ്, മറാത്ത യുദ്ധങ്ങളിലൊക്കെ ജയിച്ച് ഈ മേഖലകളിലൊക്കെ നികുതി പിരിച്ച് പൈസ ഉണ്ടാക്കണം. ഇതാണ് ഇവർ മെയിൻ പരിപാടി. ഇപ്പൊ ബംഗാള്, ബീഹാർ, ഒറീസ മേഖലയിലാണ് ഇവര് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത്. എവിടെയാണ്? ബംഗാള്, ബീഹാർ, ഒറീസ. ഇതിന്റെ പേരെന്താണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. എന്താണ് ഇതിന്റെ ഒരു രീതി? ഭൂ ഉടമകളായിരുന്ന ജമീന്ദാർമാർ എന്ന് വെച്ചാൽ ഭൂ ഉടമകളെ എന്ത് വിളിക്കും? ജമീന്ദാർമാർ എന്ന് വിളിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നികുതി നിയമത്തെ അല്ലെങ്കിൽ ഈ നീതി വ്യവസ്ഥയെ ജമീന്ദാരി സമ്പ്രദായം എന്നും വിളിക്കാറുണ്ട്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ തന്നെയാണ് ജമീന്ദാരി സമ്പ്രദായം. കാരണം ജമീന്ദാർമാർ എന്ത് ചെയ്യും? ഭൂ ഉടമകളാണ്. അവർക്ക് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ ഇവരെന്ത് ചെയ്യും? ഈ ജമീന്ദാർമാർ നികുതി പിരിക്കും. പാവപ്പെട്ട ആളുകൾക്കിടയിൽ നിന്നൊക്കെ ഭൂ ഉടമകളായിരുന്ന ജമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നികുതിയാണ് പിരിക്കുക. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണം. ഇപ്പൊ മഴ പെയ്ത് അല്ലെങ്കിൽ കാലാവസ്ഥാ മോശം കൊണ്ടൊക്കെ വിളയൊക്കെ നഷ്ടപ്പെട്ടു, ഇവർക്ക് ലാഭവും പൈസയും ഒന്നും കിട്ടുന്നില്ല, എന്നാൽ ഇവർ നികുതി കൊടുക്കണമായിരുന്നു. ഇതാണ് പെർമനന്റ് സെറ്റിൽമെന്റ് അഥവാ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ഇത് പിരിച്ചിരുന്നത് ജമീന്ദാർമാരാണ്. വർഷം മറക്കേണ്ട, 1793. ഒന്നുകൂടി ഞാൻ മാറ്റി എഴുതാം, വലുതാക്കി പഠിക്കുക. 1793. രണ്ടാമത്തത് 1820 ബൈഹാർട്ട് പഠിക്കണേ. റയട്ട് വാരി സമ്പ്രദായം. ഈ റയട്ട് എന്ന് പറഞ്ഞാൽ കർഷകർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റയട്ട് വാരി സമ്പ്രദായം 1820. ഇത് ദക്ഷിണേന്ത്യയിലാണ്, അല്ലെങ്കിൽ ഡെക്കാൻ മേഖല എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ മേഖല, ഈ ഉൾപ്പെടുന്ന തമിഴ്നാട്, കേരളം ഒക്കെ ഇതിനകത്ത് വരും. റയട്ട് വാരി സമ്പ്രദായം. ബംഗാളിലും ഒറീസയിലും ബീഹാറിലും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. പഠിച്ചു വെക്കണേ. ദക്ഷിണേന്ത്യയിലാണ് കർഷകർ എന്ന് പറയുന്ന റയട്ട്. അവിടെ ജമീന്ദാർമാരാണ് ബംഗാളിലും ബീഹാറിലും ഒറീസയിലും പിരിച്ചതെങ്കിൽ ഇവിടെ കർഷകർ ഭൂ ഉടമകളായിട്ട് നേരിട്ട് കൊടുക്കുക, കർഷകർ കൊടുക്കുക. അതാ റയട്ട് വാരി. മറ്റൊന്ന് ജമീന്ദാർമാർ കൊടുക്കുക. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഇത് കർഷകർ കൊടുക്കുക. ഇത് നടപ്പിലാക്കിയത് അന്നത്തെ ഗവർണർ ജനറൽ കാര്യമല്ല, നടപ്പിലാക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളുകള് ഒന്ന് തോമസ് മൺറോയും ഒന്ന് അലക്സാണ്ടർ റീഡുമാണ്. മണ്ണ് റീഡ് ആലോചിക്കുക. മണ്ണ് റീഡ്, കർഷകൻ എന്ന് കേൾക്കുമ്പോൾ മണ്ണ് റീഡ് തവളകൾ നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ? റീഡ് തവളകൾ ഏത് വന്യജീവി സങ്കേതത്തിലുള്ളതൊന്ന് കമന്റ് ചെയ്ത് ചുമ്മാ ചോദിച്ചതാ. അപ്പോ തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ് പഠിക്കുക. റയട്ട് വാരി സമ്പ്രദായം, തോമസ് മൺറോ, അലക്സാണ്ടർ റീഡ്, രണ്ട് പേരുകൾ.
ഇവർ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങാൻ തുടങ്ങി. എന്തൊക്കെയാണ് ഇതിന്റെ പരിപാടികൾ? ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നികുതി നേരിട്ട് പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. സ്വാഭാവികം. ഇങ്ങനെയായിരുന്നു സിസ്റ്റം. അപ്പൊ തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും ദക്ഷിണേന്ത്യയുടെ ഡെക്കാൻ മേഖലയിൽ നടപ്പിലാക്കിയ റയട്ട് വാരി സമ്പ്രദായം 1820. മൂന്നാമത്തെ നികുതി സമ്പ്രദായമാണ് 1822 മഹൽവാരി സിസ്റ്റം. മഹൽവാരി സമ്പ്രദായം. ഇപ്പൊ മുസ്ലിം മതത്തിലൊക്കെ നിങ്ങൾക്കറിയാം മഹല്ല് എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാട്ടില് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ മഹല്ല്? പള്ളിയുടെ മഹല്ല് എന്നൊക്കെ പറയല്ലേ? ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഒരു പള്ളി, ഒരു മഹല്ല്, ഒരു ഏരിയ എന്ന് പറയും. അതുപോലെ നോക്കൂ, ഉത്തരേന്ത്യ, നമ്മൾ ബംഗാൾ, ബീഹാർ, ഒറീസ ആ മേഖലയില് ശാശ്വത ഭൂനിധി വ്യവസ്ഥ 1793 കോൺവാലിസ് പ്രഭുവിന്റെ കാലഘട്ടം പഠിച്ചു. പിന്നീട് ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പം തോമസ് മൺറോയും അലക്സാണ്ടർ റീഡും റയട്ട് വാരി സമ്പ്രദായം 20 പഠിച്ചു. മൂന്നാമത്തത് 22 ഹാൾട്ട് മെക്കൻസി. അപ്പം മക്കനെയൊക്കെ ഇടാറില്ലടാ, നല്ല മക്കനെയൊക്കെ ഇട്ടിട്ട് ആരുണ്ടാവാറുണ്ട്? ഈ മുസ്ലിം കുട്ടികൾ ഇടാറുണ്ട്. അപ്പൊ മക്കനയിട്ട മഹലിലുള്ള കുട്ടി എവിടെയാണ്? അങ്ങ് പഞ്ചാബ്, പാകിസ്ഥാനിലാണ്. പൊതുവെ പഞ്ചാബിലൊക്കെ ഇങ്ങനെ തട്ടിടാറുണ്ട്, അല്ലെങ്കിൽ രാജസ്ഥാൻ, പഞ്ചാബ് അങ്ങോട്ടൊക്കെ അല്ലെ ഈ ഷാള്. മക്കന എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം ഒരു പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മക്കന എന്നൊക്കെ അല്ലെ. അപ്പൊ മക്കൻസി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മേഖലയാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് മഹല്ല് എന്നൊക്കെ ഒരു സമ്പ്രദായം ഉത്തരേന്ത്യയാണ് മനസ്സിലേക്ക് വരും. നോക്കൂ, ഉത്തരേന്ത്യയിലെ മധ്യേന്ത്യ അല്ലെങ്കിൽ പഞ്ചാബ്, ഈ പറയുന്ന നമ്മുടെ ഒരു ഗുജറാത്ത്, മധ്യപ്രദേശ്, അതിന്റെ മുകളിലോട്ട്. അപ്പൊ മധ്യേന്ത്യ ആ മേഖല മൊത്തത്തിൽ, ഉത്തരേന്ത്യ, ഈ പറയുന്ന പഞ്ചാബ്, പാകിസ്ഥാന്റെ മേഖലയൊക്കെ ഇന്ത്യയിലാണല്ലോ. ഇവിടെ 22 മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് മെക്കൻസി, മക്കന എന്ന് ചിന്തിക്കുക. റൈറ്റ്, കർഷകർ പറയുമ്പോൾ മണ്ണ് റീഡ് കർഷകർ അല്ലെ, മണ്ണ് റീഡ്. അപ്പൊ ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. റൈറ്റ് വാരിൽ കർഷകർ നേരിട്ട്, ശാശ്വത ഭൂനിധി വ്യവസ്ഥയിൽ ജമീന്ദാർമാർ. എന്നാൽ ഇവിടെ ഒരു ഗ്രാമത്തെ, ഒരു ഗ്രാമത്തലവൻ എന്ന രൂപത്തില് ആ ഗ്രാമമാണ് നികുതി പിരിച്ചു കൊടുക്കേണ്ട പ്രദേശത്തെ. മഹൽവാരി. കർഷകരും ജമീന്ദാർമാരുമാണെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്നാണ് ഒരു മഹല്, ഒരു ഗ്രാമത്തെ ഒരു യൂണിറ്റായി കരുതും. ഇന്ന ഗ്രാമം അല്ലെ, അവരെന്ത് ചെയ്യും? കണക്കാക്കിയിട്ട് നികുതി കൊടുക്കുക. നികുതിയിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. സ്വാഭാവികമായിട്ട് ഇവർ ചെയ്യുന്ന നടപടികൾ. ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിന്റെ ഫലമായി കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി പണമിടപാടുകാരിൽ നിന്ന് പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. നോക്കൂ, സ്വാഭാവികമായിട്ടും നികുതി കൊടുക്കണം, കൊടുത്തില്ലേ പ്രശ്നമാണ്. അപ്പൊ കടം വാങ്ങാൻ തുടങ്ങി കർഷകര്. തന്മൂലം കർഷകർ കണക്കിണയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നികുതി പിരിക്കൽ മാത്രമല്ല, ബ്രിട്ടീഷുകാർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. അവർക്ക് ഒരുപാട് വസ്ത്രം വേണം, അവർക്ക് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാൻ പല സാധനങ്ങളും വേണം. അപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന കർഷക ഭൂമിയിലെല്ലാം നെല്ലും ഗോതമ്പും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഭക്ഷണം മതിയല്ലോ, കുറച്ച് പേരല്ലേ ബ്രിട്ടനിലുള്ളൂ. ഇവിടെ ഇന്ത്യയിൽ കോടാനുകോടി ജനങ്ങളില്ലേ. അപ്പൊ ഇന്ത്യക്കാർക്കുള്ള ഭക്ഷണം നമുക്കിവിടെ ഉണ്ടാക്കണം. പക്ഷെ അതിന് പകരം ഈ പറയുന്ന പാടങ്ങളിലെല്ലാം ഇവരുടെ താല്പര്യമുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യാൻ വേണ്ടി ഇവർ നിർബന്ധിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് നീലം, പരുത്തി പോല. അപ്പൊ ഇവിടെ നോക്കൂ, എന്താണ് പോയിന്റ്? നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്യുകയാണ്. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. ഞാൻ പറഞ്ഞല്ലോ, കടം ഇങ്ങനെ വാങ്ങുകയാണ്. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വരുന്നു. കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കുക. കാരണം അത്രയും ഒരു ഗതികെട്ട അവസ്ഥയിലായിരുന്നു. എങ്ങനെയൊക്കെയാണ് കർഷകരെ ഈ നികുതി, നമ്മളിപ്പം കണ്ട 3 നിയമങ്ങൾ പ്രധാനമായിട്ട് ബാധിച്ചത്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൃഷിനാശം സംഭവിച്ചാൽ നികുതി ഇളവ് ലഭിക്കുന്നില്ല. കർഷകർക്ക് കൃഷിഭൂമിയുടെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. കടക്കണിയിൽ നിന്ന് കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ എല്ലാ ഭൂമിയും പോവുകയാണ്. ഇതൊക്കെയാണ് ആ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങൾ. നിങ്ങൾ എന്ത് ചെയ്യുക? കർഷകരുടെ ദുരവസ്ഥ വായിച്ച് മനസ്സിലാക്കുക. PDF ഞാൻ തരും. ഈ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1773 റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കിയ കാലഘട്ടം. ആ സമയത്ത് ബ്രിട്ടീഷുകാർ പല രീതിയിലുള്ള സമരങ്ങളും ചെറിയ ചെറിയ കലാപങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിൽ പെട്ടതാണ് സന്യാസിമാരും ആ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു കലാപം. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിലെ കുറച്ച് വരികളാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ആനന്ദമഠം ആരുടെ കൃതിയാണെന്ന കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന കരുതിയിലാണ് ഞാൻ കൊടുത്തത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയാണ് ആനന്ദമഠം. നോട്ട് ചെയ്ത് വെച്ചേക്ക്. ആനന്ദമഠം ആരുടെ കൃതിയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മക്കളെ, നമ്മുടെ നാടിനകത്ത് അന്ന് ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ ഞാനത് വായിക്കാം.
ഇവിടെ പഠിച്ചല്ലോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷയിൽ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ്. കേട്ടല്ലോ. ആനന്ദമഠം ഏത് ഭാഷയാണെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷ ഞാനിവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട്. സംസ്കൃതമല്ല, ബംഗാളി ഭാഷയിലാണ് ആനന്ദമഠം. ഓക്കെ, ഇനി അവിടെ ഒരു എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം. അപ്പൊ വർഷം ഏതാണ്? 1882. 1882. ബോറടിക്കുന്നുണ്ടോ? വർഷമൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ബോറടിച്ചാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലാണ്. ആ നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. നോക്കൂ, ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവൽ പരാമർശിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. പ്രിലിംസ് എക്സാമിന് ദേശീയ ഗാനം, ദേശീയ ഗീതം അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ SCERTയിലെ പുതിയൊരു ഫാക്ട് നല്ല രൂപത്തിൽ ചോദിക്കാം. ഏത് വർഷമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം രചിച്ചത്? 1882. പോയിന്റുകളൊക്കെ മാറ്റി എഴുതിയെടുക്കണേ നോട്ടിലേക്ക് കേട്ടോ. അപ്പൊ അത് ചോദിക്കാം. അവിടെ ഇങ്ങനെ ചോദിക്കാം, ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായി. ഏത് കഥാപാത്രം ആലപിക്കുന്ന ഗാനമായിട്ടാണ് വന്ദേ മാതരം ഈ പറയുന്ന ആനന്ദമഠം എന്ന നോവൽക്കകത്ത് ഉള്ളത് പരാമർശിക്കുന്നത്? ചോദിച്ചാൽ ഉത്തരം ഭവാനന്ദൻ. ഭവാനന്ദൻ ചോദിക്കാം. നോക്കൂ, ഈ ഒരു പീരീഡ് ആനന്ദമഠം ഇറങ്ങിയ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളൊക്കെ നടപ്പിലാക്കി തുടങ്ങിയ ഒരു പീരീഡിൽ ബംഗാളിൽ വലിയ ക്ഷാമം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയത് സ്ക്രീനിൽ എന്റെ പിറകിൽ കാണില്ല, പക്ഷെ ഞാൻ വായിക്കാം. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസി കലാപത്തിന്റെ എക്സാക്ട് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പീരീഡ് ഓഫ് എന്താ പറയുക ടൈമിൽ ഉണ്ടായിട്ടുള്ള സമരം, ഒരു കലാപമാണ്. അപ്പൊ അതുകൊണ്ട് 1772, 73 കാലഘട്ടങ്ങളാണ് കേട്ടോ. 1772, 73 കാലഘട്ടങ്ങളാണ്. അപ്പൊ വർഷം നിങ്ങൾ എക്സാക്ട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ആവശ്യമില്ല, അങ്ങനെ ചോദിക്കില്ല, ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിയാൽ മതി. അങ്ങനെയാണെങ്കിൽ സന്യാസി കലാപത്തെ കുറിച്ച് പറയുന്ന കാര്യം മനസ്സിലാക്കണം. അതിനാൽ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്ന സന്യാസിമാരെ പോലെ തന്നെയാണ് മുസ്ലിംസിൽ ഫക്കീർമാര്. അപ്പൊ ഇവർ രണ്ടുപേരും ഈ കലാപത്തിൽ ഉണ്ടായിരുന്നു. ഈ കലാപത്തെ, ഈ സന്യാസി കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്ന് വിളിക്കും എന്ന് പറയുന്നു. ഇതിന്റെ നേതാക്കന്മാർ, അപ്പൊ സന്യാസിമാരെ സംബന്ധിച്ച് അതിന്റെ നേതാവായിട്ട് ഭവാനി പതക്. പേരെന്താണ്? ഭവാനി പതക്. അതുപോലെ തന്നെ ഫക്കീർ കലാപത്തിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു മജ്നു ഷാ. എന്തായിരുന്നു? മജ്നു ഷാ. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ കൃത്യമായിട്ട് വർഷം മെൻഷൻ ചെയ്തിട്ടില്ല SCERTയിലെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് സന്യാസി ഫക്കീർ കലാപത്തിന്റെ നേതാക്കന്മാർ ആരാണ്. ബംഗാളിലെ ക്ഷാമ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന 1772 ശേഷമുള്ള ബംഗാളിൽ നടന്ന പ്രധാനപ്പെട്ട കലാപമായിരുന്നു സന്യാസി ഫക്കീർ കലാപങ്ങൾ. അതിന്റെ നേതാക്കന്മാരായിരുന്നു ഭവാനി പതക്കും മജ്നു ഷായും. അങ്ങനെ കൃഷിയും കലാപങ്ങളും കൃഷി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നേരത്തെ പറഞ്ഞ നാണ്യവിളകളുടെ ഒരു ഇഷ്യൂ വന്നത് അല്ലെ. നാണ്യവിളകൾ കൂടുതൽ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച സമയത്ത് ബ്രിട്ടീഷുകാര് അത് ഇന്ത്യയിൽ വലിയ പട്ടിണിയിലേക്ക് പോയപ്പോൾ നീലം കർഷകർ കലാപത്തിനിറങ്ങി. വർഷം നോട്ട് ചെയ്ത് വെക്കണം, 1859 ഇതിനു മുമ്പ് ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ട്, നമുക്കത് പറയാം. അപ്പൊ നീൽ ദർപ്പൺ എന്നൊരു കൃതി PSC എല്ലാ പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു നല്ല ചോദ്യമാണ്. നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 വർഷം ഇതാ വീണ്ടും വരുന്നു. അപ്പൊ പല വർഷങ്ങളും നമുക്ക് അറിയത്തില്ല. ഇപ്പൊ ആനന്ദമഠം നേരത്തെ പറഞ്ഞു 1882. അതുപോലെ നോട്ട് ചെയ്ത് വെക്കുക 1860. ആനന്ദമഠം പറഞ്ഞില്ലേ 82, യെസ്. അതുപോലെ നോട്ട് ചെയ്ത് വെക്കുക 1860 ദീനബന്ധു മിത്ര. ആരാണ്? ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഇത് ഒരുപാട് തവണ ചോദിച്ചു. ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ഓർത്ത് വെക്കണേ. നീലം കർഷകരുടെ കലാപത്തെ കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ഞാൻ വായിക്കാം. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു.
കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞ് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ മക്കളെ. ബ്രിട്ടീഷുകാർ ഈ പറയുന്ന തോട്ടങ്ങളിലെ ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാനായി നീലം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക അവിടുത്തെ അന്നത്തെ ഉൽപ്പന്നമാട്ടോ. നമ്മളിപ്പം പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കോളുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ അമരച്ചെടിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നീലം ആവശ്യമാണ് ബ്രിട്ടീഷുകാർക്ക്. അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ്. കാരണം നീലത്തിന് എന്താണ് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർ ബ്രിട്ടീഷുകാർ കൊടുത്തത്. അതൊക്കെ ഒരു പ്രശ്നമല്ലേ. അപ്പൊ കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ചൂഷണവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്തു ഇവരെ കലാപത്തിലേക്ക് നയിച്ചു. അങ്ങനെയാണ് നീലം കലാപം അഥവാ ഇൻഡിഗോ റെബിലിയൻ നടക്കുന്നത് 1859. അവിടെയാണ് ആളുകളെ പേര്. സന്യാസി കലാപത്തിന്റെ ആള് നമ്മൾ പഠിച്ചു അല്ലെ, ഭവാനി പതക്, അതുപോലെ തന്നെ മജ്നു ഷാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ ഈ പറയുന്ന നീലം കലാപത്തിന്റെ നേതാക്കന്മാർ രണ്ടുപേര് പഠിക്കുക. ദിഗംബർ ബിശ്വാസ്, ഞാനിത് മാറ്റി എഴുതണ്ടല്ലോ, വേണ്ട. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസുമാണ് നീലം കലാപത്തിന്റെ നേതാക്കന്മാർ. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും കേട്ടോ. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കർഷകരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി ഇതേ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ഈ പറയുന്ന നീലം കർഷകരുടെ കലാപമാണെങ്കിൽ ഗോത്രങ്ങളിലും കലാപങ്ങൾ നടന്നു. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗത്തെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടെ കൂടിയായിരുന്നു. ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലായിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനത അണിനിരക്കാൻ തുടങ്ങി. വർഷം ശ്രദ്ധിക്കുക. നേരത്തെ നീലം കലാപം 1859 പറഞ്ഞു. അടുത്ത വർഷം 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഈ കലാപത്തിന് നേതൃത്വം നൽകിയ സിദ്ധുവും കാനുവും, പേരെന്തൊക്കെയാണ്? സിദ്ധു കാനും. വർഷം 1855. നോട്ട് ചെയ്ത് വെക്കുക. 1855 സിദ്ധുവും കാനുവിന്റെ നേതൃത്വത്തിൽ എന്ത് നടക്കുന്നു? സാന്താൾ കലാപം നടക്കുന്നു. എന്ന് നടക്കുന്നു സാന്താൾ കലാപം. അതിക്രൂരമായി ബ്രിട്ടീഷുകാര് ഇവരെ വധിച്ചു. ഈ പറയുന്ന ഗോത്ര ജനതയെ അടിച്ചമർത്തിയെങ്കിലും ഈ ഒരു കലാപം ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്, സാന്താൾ കലാപം. ഇനി നമുക്ക് ഉൽഗുലാൻ എന്ന് പറയുന്ന മറ്റൊരു കലാപത്തിലേക്കാണ് പോകാനുള്ളത്. ഉൽഗുലാൻ. ഓക്കെ, ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ SCERT-ക്കകത്തുള്ളത്. അപ്പൊ ഇനി ഉൽഗുലാന് ശേഷം തമിഴ്നാട്ടിലേക്ക് വരാനുണ്ട്. അതിനുശേഷം ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ച് പറയാനുണ്ട്. അതിനുശേഷം സൈനിക സഹായ വ്യവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ അമ്പത്തിയിലെ കലാപത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾ ക്ലാസ്സുകൾ വളരെ കുറച്ച് കാണുന്നത് കൊണ്ട് ഞാൻ തൽക്കാലം ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാം. ഇതുപോലെയുള്ള SCERT നിങ്ങൾക്ക് ക്ലാസ്സുകളാണോ വേണ്ടത്? അതല്ല. ഇതെല്ലാം ഞാൻ ഷോർട്ട് ആക്കിയിട്ട് ഒരു 4 പേജിൽ നേരെ ഇങ്ങനെ വായിച്ചു പോവുകയാണോ വേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഒരു അഭിപ്രായം എല്ലാവരും പറയണം. കാരണം SCERT സോഷ്യൽ സയൻസ് ഇങ്ങനെ നമ്മൾ പറയില്ല കടൽ പോലെ കിടക്കുക, നീണ്ട് കിടക്കുക, വരന്ന് കിടക്കുക എന്ന് പറയാം, അങ്ങനെ എടുക്കുകയാണ്. അപ്പൊ അത് എടുക്കുമ്പോൾ ഒരു ബോറടിക്കും ലൈവ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങളുടെ അഭിപ്രായം പോലെ ഇപ്പൊ ഞാൻ കാണിച്ച പോലെ ഇതൊക്കെ ശരിക്കും ഇങ്ങനെ കട്ട് ചെയ്ത് മനോഹരമാക്കിയിട്ട് ഷോർട്ടായിട്ട് തന്നാണ്. പക്ഷെ ഇത് ഇനിയും ഷോർട്ട് ആക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ PYQ വെച്ച് മാത്രം ക്വസ്റ്റ്യൻസ് മാത്രം പറഞ്ഞു പോവുക, ഷോർട്ട് നോട്ട് മാത്രം മതി, കംപ്ലീറ്റ് SCERT ഇങ്ങനെ പഠിപ്പിക്കേണ്ട എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. അപ്പൊ ഇത് 2ാമത്തെ പാർട്ടാണ്. 3ാമത്തെ പാർട്ടിൽ ഞാൻ ഇതുപോലെ എടുക്കണോ അല്ല നിങ്ങളുടെ അഭിപ്രായം പോലെ എടുക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 2 ചോദ്യം ചോദിക്കാം. ക്ലാസ്സിൽ ലെങ്ത് കൂടുതൽ മാത്രം അവസാനിപ്പിക്കുകയാണ്. ആര് നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ഉൽഗുലാൻ? അറിയോ നോക്കാം, ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ കഴിയുമ്പോൾ മനസ്സിലാവും. ബീഹാറിൽ 1ാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? അതും ഈ ചാപ്റ്ററിനകത്തുണ്ട്. 2 ചോദ്യങ്ങളാണ്. ബീഹാറിൽ 1ാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് ആരാണ്? ആര് നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് ഉൽഗുലാൻ? 2ഉം കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ജസ്റ്റ് ഒരു അഭിപ്രായം പറയുക. കാരണം നിങ്ങൾക്ക് ഇതുപോലുള്ള ക്ലാസ്സുകളാകുമ്പോൾ ബോറടിക്കും, ഉറക്കം വരും എന്നൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുക. ഇനി ക്ലാസ്സിന്റെ രീതി മാറ്റണമെങ്കിൽ മാറ്റാം.
ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം ക്ലാസ് അപ്ലോഡ് ചെയ്യണേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം, അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. മൂന്നാമത്തെ പാർട്ടോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ടാണ്. താങ്ക് യു, ഗുഡ് ബൈ.